വർത്തമാന ചിന്തകളിൽ ഞാൻ പറയാൻ പോകുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായമാണ്. പണ്ടത്തെ മാതിരി വളരെ നേരത്തെ കല്യാണം കഴിക്കുന്ന ഒരു സ്വഭാവമല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്. പണ്ടെന്ന് പറഞ്ഞാൽ 20 അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിക്കും. ജോലിയൊന്നും നോക്കാൻ പോകണ്ട, വേഗം കല്യാണം കഴിച്ചു വിടുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ ഒരിത്. അപ്പം അങ്ങനെയല്ല, ഒരുപാട് ചേഞ്ചായി. പെൺകുട്ടികളുടെ വിവാഹപ്രായം വളരെയധികം ഒരു 29, 30, 32 വയസ്സ് വരെയൊക്കെ പോണ കുട്ടികളാണ് പെൺകുട്ടികൾ. എന്താണെന്ന് വെച്ചാൽ അവർ സ്വയം ഒന്ന് ഫൈനാൻഷ്യലായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാതെ അവർ കല്യാണം കഴിക്കൂല എന്നുള്ളതാണ്. കല്യാണം കഴിക്കും അവർ, പക്ഷെ ലേറ്റാണ്. ഇപ്പോൾ ഒരുപാട് ലേറ്റാണ്. ഒത്തിരി അച്ഛനമ്മമാരിപ്പോൾ വിഷമിക്കുന്ന ഒരു കാര്യമാണത്. കുട്ടികൾ സമ്മതിക്കുന്നില്ല കല്യാണത്തിന്, അല്ലെങ്കിൽ കുറേ ലേറ്റ് ആവണം കല്യാണത്തിന്. പ്രായം കഴിയും തോറും അച്ഛനമ്മമാർക്ക് വിഷമായിരിക്കും. ഒത്തിരി എടുത്തിപ്പോൾ അതുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് കല്യാണമേ വേണ്ട. ഇതൊക്കെ ഒരു അത് അവരുടെ ചിന്താഗതി എങ്ങനെ പോണത് എന്താന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അവരാദ്യം തന്നെ കുറേ പഠിച്ചു പോകണമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഒരുപാട് പഠിച്ച് അവരൊരു നല്ല സ്ഥിതിയിൽ ഫൈനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ശേഷം ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. കുറച്ച് ഒരു 25 വയസ്സാകുമ്പോഴൊന്നും അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ പിള്ളേർ. ഇപ്പോൾ 25 വയസ്സൊന്നും ഒരു ഇതല്ല. ഇപ്പോൾ 30, 29, 30, 31, 32 ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്ന് പറയുന്നത്. പക്ഷെ അച്ഛനമ്മമാർക്ക് ആദ്യമാണ് ഞങ്ങൾ നാളെ ജീവിച്ചിരിക്കുമോ, കുഞ്ഞുങ്ങളെ ഒരു നല്ല ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലൂടെ പോണത്. ഇവർക്ക് ഇത് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല. അവരൊരുപാട് പഠിച്ച് പുറം ലോകമൊക്കെ അവർക്ക് നല്ലോണം അറിയാം. അവർ സ്വന്തമായിട്ട് ഭർത്താവിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നല്ലൊരു ജോലിക്കാരി, നല്ലൊരു ഡിഗ്രി, ഒരുപാട് പഠിച്ച് നല്ലൊരു സ്ഥാനത്ത് ഇരിക്കുമ്പോഴേ അവർ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അവരുദ്ദേശിക്കുന്നത് അവരിങ്ങനെ ഒരു അറേഞ്ച്ഡ് മാരേജും അല്ല കൂടുതലും ഇപ്പം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലവ് മാരേജ് തന്നെയാണ്. എന്നുവെച്ചാൽ അവരുടെ വാല്യൂസും അവരുടെ ലക്ഷ്യങ്ങളൊക്കെ സാധൂകരിക്കുന്ന ഒരാളെ മതി അവർക്ക് എന്നുള്ളതാണ്. പരസ്പരം മനസ്സിലാക്കി മതി എന്നുള്ളതാണ്. അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. അവർ എന്താണെന്നൊക്കെ കുറച്ച് മനസ്സിലാക്കാനുണ്ട് കുറച്ച് നാളത്തേക്കൊക്കെ. അതവർ റിസ്ക് അവർക്ക് ഏറ്റെടുക്കാൻ വയ്യ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്, പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും. ഇതൊക്കെയാണ് ഇതിൻ്റേത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു റൈറ്റ് പാർട്ട്ണറിനെ കിട്ടണം എന്നുള്ളത് തന്നെയാണ് എല്ലാ പെൺകുട്ടികൾക്കും വേണം. ഇനി അച്ഛനമ്മമാർ ചിലവരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അച്ഛനമ്മയെ ധിക്കരിച്ചൊന്നും ചെയ്യാൻ അപൂർവം അച്ഛനമ്മമാർ പറയുന്ന കല്യാണം കഴിക്കുന്നവരുണ്ട്. പക്ഷെ അത് വളരെ കുറച്ച് ഇതാണ്. പെൺകുട്ടികൾ നല്ല കാര്യം, അവരുടെ കരിയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫാമിലി ആവാൻ എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ എങ്കിലും ഒരു ആൺതുണ വേണം നമ്മൾക്ക്. നമ്മളിങ്ങനെ ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്ന് എല്ലാ നിയമവശങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ബോധേഡാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ എല്ലാ കാര്യത്തിലും. അതായത് വീട്ടിലെ ജോലികൾ ഷെയർ ചെയ്ത് ചെയ്യുക, കുട്ടികളെ റേസ് ചെയ്യാനുള്ള കാര്യത്തിനും അവർ ഷെയർ ചെയ്യണം, ഫൈനാൻഷ്യലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണം പരസ്പരം. അങ്ങനെയൊക്കെ തന്നെ ഒരാളുടെ തലയിലേക്ക് എല്ലാം വെക്കാണ്ട് എല്ലാവർക്കും എല്ലാതും അറിയാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ കിട്ടിയിട്ട് മാത്രം മതി കല്യാണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ചില കുട്ടികൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുക, അവർക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് ജോലിയിൽ നിന്നൊക്കെ, ട്രാവൽ ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ള അവർക്ക് അത്ര തോന്നുന്നില്ല മാരേജ് ഒരു എസെൻഷ്യലായിട്ടുള്ള ഒരു കാര്യമായിട്ട്. പിന്നെ അവർ എന്നുവെച്ചാൽ അവർക്ക് അറിയാം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി
ഈ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ലൈഫ് സ്റ്റൈലിനൊക്കെ ഒരുപാട് കാശ് വേണം. അതാവുന്ന ചില പെൺകുട്ടികൾ അതാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ കുറേ കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എല്ലാം അങ്ങനത്തെ ഒരു രീതിയിൽ എത്തിയിട്ട് മതി വിവാഹം എന്ന് പറയുന്നത്. നല്ല കാര്യം. ഒരുപാട് പെൺകുട്ടികളുടെയൊക്കെ അച്ഛനമ്മമാർ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് സാമൂഹ്യ മാധ്യമത്തിലേക്ക് പിള്ളേർക്ക് എന്നാലും ഒരു അവബോധം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ കരിയറൊക്കെ നന്നായിക്കോട്ടെ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഭൂലോകത്ത് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യ. അപ്പോൾ ആ ജീവിതം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. സമയം ഇങ്ങനെ ദീർഘിച്ചു പോകും. പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, മുഖത്ത് ആ ഒരു ഭംഗിയും ഇതൊക്കെ നമ്മുടെ ഒരു 27 വയസ്സ് കഴിയും പൊതുവേ നമ്മളൊരു ചെറിയ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. മേക്കപ്പ് ഇല്ലാത്തുള്ള കാര്യം കേട്ടോ ഞാൻ പറയണേ. ആ ഒരു ചെറുപ്പത്തിൻ്റെ തുടുപ്പൊക്കെ മാറിപ്പോകും. അപ്പം അതിനു മുമ്പേ കല്യാണം കഴിക്കണം എന്നുള്ളതാണ് ഇത്. പിന്നെ മിടുക്കരായിട്ടുള്ള പിള്ളേർ നേരത്തെ കല്യാണം കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പണ്ടുള്ള പോലെ നമ്മളിങ്ങനെ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറേ കൊച്ചുങ്ങളെ വളർത്തുക, വീട്ടിലെ അടുക്കള പണികൾ ചെയ്യുക, അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയത് വളരെ പെണ്ണുങ്ങൾ ഒരുപാട് ഫ്രണ്ടിലേക്കായിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷെ ഒരുപാട് ഏജ് കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മുടെ ആ ചെറുപ്പം, നമ്മളെ ദേഹത്തിൻ്റെ ആരോഗ്യം, ഒരു 30 വയസ്സ് വരെയുള്ള ഒരു ആരോഗ്യമുണ്ട്. ഈ പ്രഗ്നൻ്റ് ആകുമ്പോഴും ഒക്കെ ഒരു ബോഡിക്ക് ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് നമ്മൾ നോക്കണം. കരിയറും ഫാമിലിയും എല്ലാം കൊണ്ട് നടത്തണം. ഒരുപാട് ഏജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും നമുക്ക്. എല്ലാ കാര്യവും നോക്കണം. അപ്പോൾ പെൺകുട്ടികളുടെ അമ്മമാരെ പ്രാർത്ഥനകൾ ചെയ്യുക, പിള്ളേരെ ബോധവൽക്കരിക്കുക. വയസ്സിങ്ങനെ പോയിക്കൊണ്ട് നാളെ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ അതൊന്നും അറിയില്ല. ഞങ്ങൾക്കും അതൊക്കെ ഒന്ന് കാണണം. അത് ന്യായമായ ഒരു കാര്യം, അവരെ വളർത്തി ഇത്രയും വലുതാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ചിന്താ വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിന്തിക്കുക, പിള്ളേരെ ബോധവൽക്കരിക്കുക, എല്ലാം വേണം. നമുക്ക് പഠിച്ച് നല്ല ജോലി കിട്ടണം, ഒക്കെ നല്ല സെറ്റിൽ ഡൗൺ ആവും, നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ തന്നെ കിട്ടണം. അത് നല്ല കാര്യം. നമ്മുടെ പെണ്ണുങ്ങളുടെ വില എന്താണെന്നും എല്ലാം ഷെയറിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരാളെ തന്നെ നമുക്ക് കിട്ടുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഇന്ന് തന്നെ ഒരുപാട് ഡിലേ ആയി പോയി കഴിഞ്ഞാൽ പലരും നല്ല നല്ല ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചും എടുത്തുമൊക്കെ പോവും. അതും ഒരു ഇതുണ്ട് ഇതിനകത്ത്. ഒരുപാട് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫാമിലിയൊക്കെ വേണം എന്ന് ചിന്തിക്കുമ്പോഴേക്കും, പെൺകുട്ടി ജീവിക്കുമ്പോഴേക്കും അത്ര നല്ല ഒരു രീതി കിട്ടൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ.